ദിവസം തുടർച്ചയായി ഇഡിയുടെ ചോദ്യങ്ങളിൽ വിധേയമായി വളരെ പിന്നെ എന്താ പറയാ ഒരു സൗഹൃദ അന്തരീക്ഷത്തിൽ അവിടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞ് ഒക്കെ അദ്ദേഹം അവിടുന്ന് പോകുന്നതാണ്. അതിനുശേഷം പിന്നീട് വീണ്ടും പിന്നെ ഇത് ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിലെ 10-20 സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്ന നിലയ്ക്ക് രാജ്യവ്യാപകമായി അദ്ദേഹം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അതിനുശേഷം പിന്നീട് സമൻസ് വന്നിട്ടുണ്ട്. ആ സമൻസ് വന്ന് ഇതിങ്ങനെ ഒരു ശല്യപ്പെടുത്തലായതുകൊണ്ട് ചില സമൻസുകൾ നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടില്ല, പക്ഷെ മറുപടി കൊടുത്തിട്ടുണ്ട്. ഒരു സമൻസിനെയും അഡ്രസ് ചെയ്യാതെ പോയിട്ടില്ല. എന്നിട്ട് പിന്നെ വീണ്ടും അവര് പിന്നെ കോടതിയിൽ പാട്യാല കോടതിയിൽ കേസ് കൊടുത്തു. അത് കോടതി സംബന്ധിച്ചു അവർ കോടതിയിൽ ഹാജരായിരുന്നു. ഈ വർഷം തന്നെ ജനുവരി മാസം 17-ാം തീയതി പാട്യാല കോടതി അദ്ദേഹം ഹാജരാവുകയും കോടതി മുമ്പാകെ കോടതി പോയിക്കോളെന്ന് പറഞ്ഞതാണ്. പിന്നീട് വീണ്ടും സമൻസ് അയച്ചപ്പോ ഇനിയും ഇത് ശല്യാണെങ്കിൽ പിന്നെ നമ്മൾ നിരാകരിച്ചിട്ടില്ല. ഇത് 4-ാം തീയതി ED ഓഫീസിൽ ഹാജരാകുന്ന സമൻസിന്റെ അടിസ്ഥാനത്തിലാണ് 3-ാം തീയതി അദ്ദേഹം കൊച്ചിയിൽ നിന്ന് വിമാനത്തിൽ കയറി ഡൽഹിയിലേക്ക് പോകുന്നത്. അദ്ദേഹം വളരെ പരസ്യമായി ഇവിടുത്തെ എല്ലാ പ്രവർത്തനവും ഞങ്ങൾക്ക് കഴിഞ്ഞ 2 വർഷമായി പാർട്ടിയുടെ വിവിധങ്ങളായ പ്രോഗ്രാമുകൾ രാജ്യവ്യാപകമായി നടക്കുന്നുണ്ട്. ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റികൾ, നാഷണൽ കമ്മിറ്റി, നാഷണൽ സെക്രട്ടേറിയറ്റ് ഒക്കെ നടക്കുന്നുണ്ട്. ഇതിലൊക്കെ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹം ഒളി ജീവിതം നല്ല നയിക്കുന്നത്. അങ്ങനെ അദ്ദേഹം ആ ഈ പ്രവർത്തനങ്ങൾക്കിടയിൽ തന്നെയാണ് അദ്ദേഹം 4-ാം തീയതി ഹാജരാകാൻ വേണ്ടി അദ്ദേഹം ഡൽഹിയിൽ എത്തിയത്. ആ എത്തിയപ്പോഴാണ് ഡൽഹിയിൽ വെച്ചിട്ട് അദ്ദേഹത്തെ നാടകീയമായി ഇത് കിട്ടാത്ത ഒരാളെ പോലെ അവർ അറസ്റ്റ് ചെയ്തത്. അല്ലാതെ നമ്മൾ ഈ നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ചതല്ല. നിയമവ്യവസ്ഥയെ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് 3 ദിവസം അദ്ദേഹം ഡൽഹിയിൽ ഹാജരായത്. നിയമവ്യവസ്ഥയെ അംഗീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം പാട്യാല കോടതിയിൽ ഹാജരായത്. നിയമവ്യവസ്ഥയെ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം വീണ്ടും ഡൽഹി ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് അത് നേരിട്ട് പോയത്. വ്യാപകമായിട്ട് വിദേശത്ത് നിന്ന് പണം സമാഹരിച്ചു, ഈ ചാരിറ്റിയുടെ പേരിലാണ് പണം സമാഹരിച്ചത് എന്നൊക്കെയുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു. ഇങ്ങനെ ഒരു ആരോപണം അങ്ങനെ ഒരു ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് പിടിച്ചെടുത്ത രേഖകൾ 10 ഓഫീസുകളിലാണ് ഇത് സംബന്ധിച്ച് റെയ്ഡ് നടന്നത്. കേരളത്തില് മലപ്പുറത്തും തിരുവനന്തപുരത്തും അവര് പിടിച്ചെടുത്ത രേഖകൾ ഒരു അത് ഒപ്പിടിക്കുമല്ലോ, ഒരു ഡോക്യുമെന്റ്സ് ആണ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കിയതിൽ ഞങ്ങൾ ഒപ്പിട്ടെടുത്താണ് അവർ ഒപ്പിട്ട് തന്നതാണ്. അവർ ഒപ്പിട്ട് തന്നതിൽ ഒരു കണക്ക് സംബന്ധിച്ചും അവര് ഇതുവരെ ഞങ്ങൾ പിടിച്ചെടുത്തു എന്ന് പറഞ്ഞ രേഖയില്ല. പിന്നെ ഇവര് മുമ്പ് ഫ്രെയിം ചെയ്ത കേസിൽ പല കള്ളക്കഥകളും പിന്നെ എന്താ പറയാ പല ഭീകര കഥകളും ഉണ്ടായില്ലേ. അത് 2 കൊല്ലത്ത് മുമ്പത്തെ കഥയാണ്. അത് ഞങ്ങളിത് പിടിച്ചതല്ല. STPയിൽ നിന്നും ഡോക്യുമെന്റ് പിടിച്ചിട്ടില്ല. അത് മുമ്പ് പോപ്പുലർ ഫണ്ടിന്റെ നിരോധനവുമായി ബന്ധപ്പെട്ട് പഴയ കാലത്ത് പിടിച്ചതിൽ ഉണ്ട് എന്ന് പറയുന്ന കാര്യങ്ങളാണ്. STP ഒരു ചാരിറ്റി വർക്ക് ഇവിടെ നടത്താറില്ല. നമുക്ക് അങ്ങനെ പറയാം. ഞങ്ങൾ അത്ര ഒരു ചാരിറ്റി വർക്ക് ഞങ്ങൾ അങ്ങനെ ചാരിറ്റി വർക്ക് പിരിവ് നടത്താറില്ല. STP പൊളിറ്റിക്കൽ പാർട്ടിയാണ്. ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഒരു പ്രധാന ഒരു ചാരിറ്റി അല്ല. ചാരിറ്റി ഇവിടെ സാമൂഹ്യ സംഘം നടത്തുന്ന കാര്യങ്ങളാണ്. ഞങ്ങൾ ഇവിടുത്തെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു, തെരഞ്ഞെടുപ്പുകൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനം നടത്തുന്നു, പാർട്ടിയിലെ ജനാധിപത്യപരമായ രീതിയിൽ ആളുകൾ മെമ്പർമാരാക്കുന്നു, ആ ജനാധിപത്യത്തിൽ അവർക്ക് പിന്നെ ഘടകങ്ങൾ രൂപീകരിക്കുന്നു, അതിന്റെ വിവിധ തരത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നു. ഇവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, പാർലമെന്റിലേക്ക് തെരഞ്ഞെടുപ്പ് എല്ലാത്തിലും മത്സരിക്കുന്നു. ഞങ്ങൾ മത്സരിക്കാത്ത തെരഞ്ഞെടുപ്പ് ചില സമയത്ത് പൈസ ഇല്ലാത്തതുകൊണ്ടാണ്. ഇവിടുത്തെ നിലവിലുള്ള ഈ സാമ്പത്തിക പിന്നെ രാഷ്ട്രീയ പാർട്ടി നടത്തുന്ന വലിയ ഭീകരമായ രാഷ്ട്രീയ പ്രചരണ പ്രചാരണങ്ങൾക്ക് അതുപോലെ ഞങ്ങൾക്ക് ചിലപ്പോൾ പൈസ ഇല്ലാതെ മത്സരിക്കാതെ പോയിട്ടുണ്ട്. അതല്ലാതെ ഞങ്ങൾ മത്സരിക്കാതെ പോയിട്ടില്ല. അത് വളരെ തീർത്തും അങ്ങനെ ഒരു തെറ്റായ ഒരു ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടി ഈ നടത്തുന്ന പ്രചാരണത്തിനപ്പുറത്തേക്ക് സത്യവുമായി ഒരു ബന്ധവുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇവരുടെ EDയുടെ കഴിഞ്ഞകാല ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ അവർ കോടതി തന്നെ നമ്മളെ മനസ്സിലാക്കുന്ന കാര്യം, കോടതി തന്നെ സുപ്രീം കോടതിയും ഡൽഹി കോടതിയും പറഞ്ഞു, EDയോട് പറഞ്ഞു നിങ്ങൾ ഈ കേസൊക്കെ സമർപ്പിക്കുമ്പോൾ കുറച്ചൊക്കെ തെളിവൊക്കെ ഹാജരാക്കണം. തെളിവ് ഹാജരാക്കാതെ നിങ്ങൾ ഇങ്ങനെ കേസ് കൊണ്ടുവന്നത് ശരിയല്ല എന്ന് കോടതി ED ശാസിച്ചിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അതിനകത്ത് എന്താണ്, കോടതിയിൽ പോലും നമ്മളിപ്പോ സാധാരണ കേരളത്തിൽ നമുക്ക് കേസിൽ എത്ര കേസുകൾ ഉണ്ടാവും. കോടതിയിൽ കേസ് സമർപ്പിക്കുമ്പോൾ FIRൽ ഒരു കുറച്ചെങ്കിലും ഒരു ആരോപണം ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് പിന്നെ അത് തെളിയിക്കാൻ ആവശ്യമായ രേഖ സമർപ്പിക്കണം.
ഇവര് മാത്രം ഒരു കഥ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഒരു നമ്മൾ നോവൽ എഴുതുന്ന പോലെ ചെറുകഥ എഴുതുന്ന പോലെ ഒരു കഥ ഉണ്ടാക്കിയിട്ട് സമർപ്പിച്ച പോരല്ലോ. ഞങ്ങൾക്ക് വിദേശത്ത് ഒരു സംവിധാനവുമില്ല. ഞങ്ങൾ ഇപ്പൊ ഇവിടെ മറ്റു പല രാഷ്ട്രീയ പാർട്ടികൾക്കും അവരുടേതായ പിന്നെ ചില സംഘടനകൾ അവിടെ ഉണ്ട്. KMCC പോലെ, അതുപോലെ CPM-നുണ്ട്, പിന്നെ എന്താ ഒരു ചില ഒരു സാംസ്കാരിക സംഘടനകൾ, കോൺഗ്രസിനുണ്ട് സാംസ്കാരിക സംഘടനകൾ. SDPയെ സംബന്ധിച്ചിടത്തോളം അത്തരം സാംസ്കാരിക സംഘടനകൾ പോലും അവിടെ രാഷ്ട്രീയം നടത്താൻ പറ്റില്ലല്ലോ വിദേശ രാജ്യത്ത്. എന്നാൽ ഇവിടുന്ന് പോയ രാജ്യത്തിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് പോയ ആളുകൾ, അവിടെ പ്രവാസി നിൽക്കുന്ന ആളുകൾ അവിടെ എത്തിയാൽ അവർക്ക് ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ട് നാട്ടിലെ വലിയ പിന്നെ വിവിധങ്ങളായ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒക്കെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ അവിടെ ചില കൂട്ടായ്മകൾക്ക് കൊടുത്താറുണ്ട്. പല കൂട്ടായ്മകളുണ്ട്. ആ കൂട്ടായ്മകൾ പലപ്പോഴും കലയുടെ പേരിലുണ്ട്, സാംസ്കാരിക സംവിധാനത്തിന്റെ പേരിലുണ്ട്. പിന്നെ ഇവിടെയുള്ള പൊളിറ്റിക്കൽ പാർട്ടികളുടെ അംഗങ്ങളായ ആളുകൾ അവിടെ എത്തുമ്പോൾ അവരൊത്തുകൂടി അവർ പ്രത്യേകമായ പേര് വെച്ച് അവിടെ സാംസ്കാരിക പ്രവർത്തനം നടത്താറുണ്ട്. അത്തരം സംഘടനാ സംവിധാനം SDPയ്ക്കില്ല. അതാണ് ഇവിടുന്ന് ഗൾഫിൽ പോയ ആളുകൾ, ഗൾഫിൽ നിന്ന് മാത്രമല്ല ലോക രാജ്യങ്ങളിൽ നമ്മുടെ നാടിനോർക്കാൻ അവര് നാട്ടിലെ സാമൂഹിക രംഗങ്ങളിൽ സജീവമായിരുന്ന ആളുകളായിരിക്കും. വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളില്, സാമൂഹ്യ പ്രവർത്തനങ്ങളില്, രാഷ്ട്രീയ സജീവമായ ആളുകൾ അവിടെ എത്തുമ്പോൾ ഒരു പൊതുപ്രവർത്തനമില്ലാതെ കേവലം ജോലിയിൽ മാത്രം ഇങ്ങനെ കുടുങ്ങിക്കിടക്കുമ്പോ ഒരു ആശ്വാസത്തിന് കൂടി വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യാറ്. അങ്ങനെയുള്ള ഒരു ആശ്വാസ പ്രവർത്തനം കൂടിയാണ് സത്യത്തില് വിദേശ രാജ്യങ്ങളിൽ നമ്മുടെ മലയാളികളുടെ അടക്കമുള്ള ഏറ്റവും വലിയ കൂട്ടായ്മ മലയാളികളുടെ തന്നെയാണ്. ആ മലയാളി കൂട്ടായ്മകളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം, അതിനെ നമ്മൾ പിന്നെ അംഗീകരിക്കണം, അവരിനെ ബഹുമാനിക്കുകയും വേണം. കാരണം അവർ ഇവിടുന്ന് പ്രവാസിച്ചെന്ന് പറഞ്ഞാൽ അത്ര വളരെ സുഖകരമായ ഒരു പ്രവർത്തനമൊന്നുമല്ല, ജോലിയുമല്ല. കുടുംബത്തോടൊപ്പം, നാടിനോടൊപ്പം, നാടിന്റെ സാമൂഹിക രംഗത്തോടൊപ്പം പൊതിച്ചു പോരുന്ന ആളുകള് ഒരു ഘട്ടത്തില് ഇവിടുത്തെ ജോലി കിട്ടാത്തത് കൊണ്ട് ഈ രാജ്യത്തെ ഗവൺമെന്റിന്, സംവിധാനങ്ങൾക്ക്, നമ്മുടെ മുഴുവൻ പൗരന്മാരുടെയും പിന്നെ അവരുടെ അവകാശങ്ങൾ നിറവേറ്റി കൊടുക്കാൻ കഴിയാത്ത പശ്ചാത്തലത്തിൽ അവര് അങ്ങോട്ട് പോവാണ് നിവൃത്തികേട് കൊണ്ട്. ആ നിവൃത്തികേട് കൊണ്ട് പോകുന്ന ആളുകൾ അവിടെ എത്തുമ്പോൾ അവർക്ക് മനസ്സമാധാനം കിട്ടുന്നത് നാട്ടിലെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള മനസ്സാണ്. ആ സുമനസ്സുകളെ നമ്മൾ അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും വേണം, അതിനെ നമ്മൾ വഹിച്ചു കൊടുക്കുകയും വേണം. പക്ഷെ SDPക്ക് അങ്ങനത്തെ ഒരു ഔട്ട്ലെറ്റ് ഇല്ല. ലീഗ് വേറൊരു പൊളിറ്റിക്കൽ പാർട്ടി, SDPI വേറൊരു പൊളിറ്റിക്കൽ പാർട്ടി. എന്നാൽ പൊളിറ്റിക്കൽ പാർട്ടി നമുക്കറിയാം, ഇപ്പൊ കേരളത്തിൽ 2 മുന്നണികളുണ്ട്, പ്രധാനപ്പെട്ട 2 മുന്നണി, LDF-ഉം UDF-ഉം, വേറെ 3 NDA-യും ഉണ്ട്. ഈ 3 മുന്നണികളും ഇപ്പൊ CPM കേരളത്തില് ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുന്നു. CPM ഒറ്റക്കല്ല ഭരിക്കുന്നത്. അപ്പൊ ഒറ്റയ്ക്ക് ഭരിക്കാൻ കഴിയാത്തത് കൊണ്ട് അവർ വിവിധ പാർട്ടികളുമായി യോജിച്ച് പിന്നെ സഖ്യമുണ്ടാക്കി, അലയൻസ് ഉണ്ടാക്കി ഇലക്ഷൻ മത്സരിക്കുകയാണ്. കോൺഗ്രസും അങ്ങനെ ഒറ്റയ്ക്ക് ഭരിക്കാൻ കഴിയില്ല, അതുകൊണ്ട് മറ്റുള്ള പാർട്ടികൾ കൂട്ടുകൂടുന്നു. BJP പറ്റി കഴിയില്ല, അതുകൊണ്ട് BDJS-ന് അവർ കൂടെ കൂട്ടുന്നു. അങ്ങനെ മുന്നണി സംവിധാനം രാജ്യത്തിന്റെ പൊതുവായ സംവിധാനമായി മാറിയിട്ടുണ്ട്. അത്തരം പൊളിറ്റിക്കൽ അലയൻസ് ഉള്ള ഒരു രാജ്യത്ത് SDPയെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ അലയൻസിനെ ഏതെങ്കിലും ഘട്ടത്തിൽ സപ്പോർട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും. അത് അതാത് സമയങ്ങളിലെ രാഷ്ട്രീയ തീരുമാനത്തിന്റെ ഭാഗമാണ്. അപ്പോ CPM-നെ എതിർക്കാൻ ആ CPM-നെ എത്ര കാലം ജമാഅത്ത് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? സംസ്ഥാന തലത്തിൽ തന്നെ SDP അങ്ങനത്തെ ഒരു ഘട്ടത്തിലും CPM-നെ സംസ്ഥാനത്തിലും സപ്പോർട്ട് ചെയ്തിട്ടില്ല. ചില ഘട്ടങ്ങൾ, ചില മണ്ഡലങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അതൊക്കെ ആ മണ്ഡലങ്ങളുടെ പ്രത്യേക ഞങ്ങൾ മത്സരിക്കാത്ത മണ്ഡലങ്ങളിൽ ആ ഓരോ മണ്ഡലത്തിൽ പ്രത്യേകമായ പശ്ചാത്തലത്തിൽ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ CPM-നെ സംസ്ഥാനത്തിൽ സപ്പോർട്ട് ചെയ്തിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമി ഒരു തീരുമാന പ്രകാരം തന്നെ പിന്നെ CPM-നെ സപ്പോർട്ട് ചെയ്യുകയും ഭരണ സംവിധാനത്തെ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ജമാഅത്തെ ഇസ്ലാമിനെ തള്ളി പറയുന്നത് എന്താ അർത്ഥമാണത്? അതൊരു എപ്പോഴും ഒരു ശത്രുവിനെ ഉണ്ടാക്കി വെക്കുക എന്നുള്ളത് ഒരുതരം ഫാസിസ്റ്റ് സമീപനാണ്. ഒരു ശത്രുവിനെ ഇങ്ങനെ മുന്നിൽ കാണിച്ച് ഭയപ്പെടുത്തിയ ആളുകളെ, അതൊക്കെ ശരിക്കും ഇവിടുത്തെ സാമൂഹിക പിന്നെ അവസ്ഥയെ തെറ്റായി വ്യാഖ്യാനിക്കുന്ന എന്റെ ഒരു അഭിപ്രായം. കാരണം എങ്ങനെ ഒരു ജമാഅത്ത് ഇസ്ലാമിനും അല്ലെങ്കിൽ SDP അല്ലെങ്കിൽ വേറെ ഇങ്ങനെ ഭീകരമാക്കി ഇങ്ങനെ കൊണ്ടുവരിക, അതിന് ഒരു അല്ല. ഇപ്പോ എന്താ ജമാഅത്ത് ഇസ്ലാമിന് അല്ലെങ്കിൽ SDP ഇവിടുത്തെ ആളുകളൊക്കെ ദ്രോഹം ചെയ്തിട്ടുള്ളത്? ഒരു ദ്രോഹം ചെയ്തിട്ടില്ലല്ലോ. ഒരു ദ്രോഹം ചെയ്യാത്ത, ഇവിടുത്തെ സാമൂഹ്യ വ്യവസ്ഥിതിയെ വെല്ലുവിളിക്കുകയോ അതിനെതിരെ പിന്നെ നിലപാട് സ്വീകരിക്കുകയോ ചെയ്യാത്ത പാർട്ടികളെ ഭയങ്കരമായി അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അത് ഒരു തരം പിന്നെ പൊളിറ്റിക്കൽ ഒരു ഗെയിം എന്നതിനപ്പുറത്തേക്ക് അതിലൊരു അദ്ദേഹം കാണുന്ന പൊളിറ്റിക്സ് എന്ന് വേണ്ടത് 2ആണ്. ഒന്ന് ജമാഅത്തെ ഇസ്ലാമി എന്നത് മുസ്ലിം സംഘടനയാണ്, പൂർണ്ണമായിട്ട് മുസ്ലിം പിന്നെ സാംസ്കാരിക മത സംഘടനയാണ്. SDP അങ്ങനെ മുസ്ലിം സംഘടന പറയാനും കഴിയില്ല.
SDPI ഒരു ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. മുസ്ലിങ്ങൾക്ക് മാത്രമല്ല മെമ്പർഷിപ്പ്. അതിൽ അംഗങ്ങൾ ഇപ്പോ CPM-ന്റെ സെക്രട്ടേറിയറ്റ് 17-അംഗ സെക്രട്ടേറിയറ്റ് ഇന്നലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോ അതിലെ മതപരമായ എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു പാർട്ടിയാണെങ്കിൽ അതൊരു ഹിന്ദുത്വ പാർട്ടികളെ പോലെ തന്നെയാണ്. അദ്ദേഹം മുഖ്യമന്ത്രിയുടെ മരുമകനല്ലാത്തൊരു മുസ്ലിം ആ 17-അംഗ സെക്രട്ടേറിയറ്റ് ഇല്ല. SDPയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റില് പിന്നെ 1/3 പിന്നെ ഹിന്ദു മതത്തിലെ ആളുകളാണ്, ക്രിസ്ത്യാനികൾ എല്ലാവരും ഉണ്ട്. ഞങ്ങളുടെ സെക്രട്ടേറിയറ്റ് SDP ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റിയിലൊക്കെ പകുതിയോളം എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ വ്യത്യസ്തമായ മതക്കാരാണ്, സാമൂഹിക ജനവിഭാഗങ്ങളാണ്. അപ്പൊ അങ്ങനത്തെയുള്ള ജനവിഭാഗങ്ങൾ ചൂണ്ടിക്കാട്ടി മറ്റ് മതസ്ഥർക്ക് നമ്മളിവിടെ അപ്പൊ അത് ചോദിക്കുമ്പോ ഇന്ന് പിന്നെ ഗോവിന്ദ മാഷിനോട് ഒരു 10 ചോദിച്ചു, നിങ്ങളെ ഈ ഇതിൽ അങ്ങനെ ഒരു സാമൂഹ്യ സമവാക്യമില്ലല്ലോ എന്ന്. സാമൂഹ്യ സമവാക്യമില്ല, ഞങ്ങൾ അങ്ങനെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടിയിൽ ആളുകൾക്ക് സ്ഥാനം കൊടുക്കുന്ന പാർട്ടിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അതൊരു പിന്നെ ആലങ്കാരിക പ്രയോഗം എന്നതിലപ്പുറത്തേക്ക് അവരിപ്പോ ഈ കഴിഞ്ഞ CPM-ന്റെ സംസ്ഥാന സമ്മേളനം നടത്തിയിട്ട് ഈ രാജ്യം നേരിടുന്ന പ്രധാനമായ വിഷയങ്ങളെ കുറിച്ച് എത്രത്തോളം അഡ്രസ് ചെയ്തു അത് കാണില്ല അതില്. അവരിപ്പോ കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായ രീതിയിലുള്ള ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻസ് ആണ് CPM-ന്റെ സംസ്ഥാന സമിതിയിലൊക്കെ വന്നിട്ടുള്ളത്. അല്ലാതെ ഈ രാജ്യത്തെ പ്രധാന പ്രശ്നങ്ങൾ, ഇവിടുത്തെ സാമൂഹ്യ പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. പ്രത്യേകിച്ചും ഈ രാജ്യത്ത് നിന്ന് മുസ്ലിം സമൂഹം അങ്ങേയറ്റത്തെ പ്രതിസന്ധിയിലാക്കപ്പെട്ട ഒരു സാമൂഹ്യ സാഹചര്യ രാജ്യത്തുണ്ട്. ഈ രാജ്യത്തെ മൊത്തം ജനങ്ങളെയും പരിഗണിക്കുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്ന നിലക്ക് CPM ഗോവിന്ദ മാഷ് പാർട്ടി അത്തരം വിഷയങ്ങളെ കൂടി അഡ്രസ് ചെയ്യണമായിരുന്നു. അതൊക്കെ നിരാകരിച്ചുകൊണ്ട് കേവലം ഒരു പിന്നെ സാമ്പത്തിക സംഘത്ത് മാത്രം ശ്രദ്ധയോന്നി ഇവിടുത്തെ കോർപ്പറേറ്റ് സംവിധാനം അല്ലെങ്കിൽ അവരുടെ പ്രധാനപ്പെട്ട തീരുമാനം എന്താ? ശരിക്ക് അവരുടെ പ്രധാനപ്പെട്ട തീരുമാനം സ്വകാര്യ പിന്നെ മേഖലയെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ്. അവർ ന്യായമായിട്ടാണ്, നമുക്കതിൽ വിയോജിപ്പൊന്നുമില്ല. സ്വകാര്യ സ്വത്തുക്കളും അല്ലെങ്കിൽ സ്വകാര്യ സ്വത്തുക്കളെ അംഗീകരിക്കുകയും സ്വകാര്യ കമ്പനികളെയും അതുപോലൊക്കെ അതൊക്കെ ആയിക്കോട്ടെ, അത് ഒരു പൊളിറ്റിക്കൽ തീരുമാനമായിരിക്കാം, നയമാറ്റമാണ്. എന്തായാലും CPM നയമാറ്റമാണ്. ആ നയമാറ്റത്തോടൊപ്പം അവർ അഡ്രസ് ചെയ്യേണ്ടിയിരുന്നത് ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങളുടെ അല്ലെങ്കിൽ ഇവിടെ സാമൂഹ്യ ജനവിഭാഗങ്ങളുടെ അസ്തിത്വപരമായ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യണമായിരുന്നു. അത് ചെയ്തിട്ടില്ല. എന്റെ പേര് CPI ലത്തീഫ്, SDPയുടെ സംസ്ഥാന പ്രസിഡന്റ്. മലപ്പുറം കോഴിക്കോട് ജില്ലാ വൈസ് പ്രസിഡന്റ് ആണ്. മുഹമ്മദ്